Hello everyone. Welcome to the IE Opener video of Sanam Smart Savings and Investment Solutions. ആഗോള അനിശ്ചിതത്വവും US താരിഫ് ആശങ്കകളും കാരണം TCS Q4 ഇടിവ് നേരിട്ടു. ഇന്ത്യയുടെ സർവീസ് ഓറിയന്റഡ് എക്കണോമിയുടെ നട്ടെല്ലായാണ് IT മേഖലയെ കണക്കാക്കപ്പെട്ടിട്ടുള്ളത്. ആഗോളതലത്തിൽ ഇന്ത്യയുടെ ടെക്നിക്കൽ എക്സലൻസിന് സഹായിക്കുന്നതിൽ പ്രമുഖ കമ്പനികളായ TCS, ഇൻഫോസിസ്, HCL ടെക് എന്നിവയ്ക്ക് വലിയ പങ്കുണ്ട്. എന്നാൽ ആഗോള സാമ്പത്തിക മാന്ദ്യം, US, യൂറോപ്യൻ ക്ലയന്റുകളുടെ ചെലവ് വെട്ടിക്കുറയ്ക്കൽ, താരിഫ് ആശങ്കകൾ തുടങ്ങിയ സാഹചര്യങ്ങളിൽ ഈ സെക്ടർ വലിയ സമ്മർദ്ദങ്ങളാണ് നേരിടുന്നത്. പ്രത്യേകിച്ച് TCS പോലുള്ള പ്രമുഖ കമ്പനികളുടെ വരുമാന വളർച്ചയും പുതിയ ഇടപാടുകളും പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ഇത് കമ്പനിയുടെ മൊത്തത്തിലുള്ള പെർഫോമൻസിനെ ബാധിക്കുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ ഇടിവ് അനുഭവപ്പെടുന്ന ടാറ്റ കൺസൾട്ടൻസി സർവീസിനെ കുറിച്ചാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ. ടാറ്റ കൺസൾട്ടൻസി സർവീസുകളിലും കൺസൾട്ടിംഗിലും എക്സ്പെർട്ടൈസ് ആയ ഒരു ഇന്ത്യൻ ബഹുരാഷ്ട്ര ടെക്നിക്കൽ കമ്പനിയാണ്. മുംബൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ടാറ്റ ഗ്രൂപ്പിന്റെ ഭാഗമാണ് കമ്പനി. കൂടാതെ 46 രാജ്യങ്ങളായി 150 സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുന്നു. മാർക്കറ്റ് ക്യാപിറ്റൽ അനുസരിച്ച് ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ കമ്പനിയാണ് ടാറ്റ കൺസൾട്ടൻസി സർവീസ്. ആദ്യമായി നമുക്ക് ടെക്നിക്കൽ പെർഫോമൻസ് നോക്കാം. 1 year -18.71%, 2 years 0.78%. ഷെയർ ഹോൾഡിംഗ് പ്രൊമോട്ടർ 71.77%, FII 12.68%, DII 10.92%, പബ്ലിക് 4.08%. ഇമ്പോർട്ടന്റ് റേഷ്യോസ് നോക്കുകയാണെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് 46,099 ആണ്. ഏർണിംഗ് പെർ ഷെയർ 125.88. ഫിനാൻഷ്യൽ ROE 50.73. TCS സ്റ്റോക്ക് പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ രാജ്യത്തെ ഏറ്റവും വലിയ IT സർവീസ് കമ്പനിയായ ടാറ്റ കൺസൾട്ടൻസി സർവീസ് അവരുടെ Q4 ഫലങ്ങൾ പ്രഖ്യാപിച്ചതിന് പിന്നാലെ സ്റ്റോക്കുകളിൽ മിക്സഡ് റിയാക്ഷൻസ് ആണ് കണ്ടത്. Q4 ലാഭത്തിൽ 2% ഇടിവുണ്ടായതും വേജ് ഇൻക്രീസ് മാറ്റിവെക്കാനുള്ള തീരുമാനം ഉൾപ്പെടെ നിലനിൽക്കുന്ന മാക്രോ എക്കണോമിക് അൺസർട്ടനിറ്റികളും ഓഹരി മൂല്യത്തെ കാര്യമായി ബാധിച്ചു. ഒരു മാസത്തേക്ക് സ്റ്റോക്ക് ഏകദേശം 8 മുതൽ 10% വരെ ഇടിഞ്ഞിട്ടുണ്ടെങ്കിലും 5 വർഷത്തെ ലോങ് ടൈം കാൽക്കുലേഷൻസ് നോക്കിയാൽ TCS ഇപ്പോഴും നല്ല ഡെവലപ്മെന്റ് കാണിച്ചിരിക്കുന്നുവെന്ന് വ്യക്തമാണ്. IT മേഖലയിലെ സമ്മർദ്ദങ്ങൾ തുടരുമ്പോഴും TCSന്റെ മാർക്കറ്റ് ലീഡർഷിപ്പ് നിലനിൽക്കുന്നത് നിക്ഷേപകർക്ക് ലോങ് ടൈം എക്സ്പെക്ടേഷൻ ഉയർത്തുന്നുണ്ട്. TCSന്റെ Q4 ഫലങ്ങൾ നോക്കുകയാണെങ്കിൽ വർദ്ധിച്ചു വരുന്ന അൺസർട്ടനിറ്റി, തീരുമാനമെടുക്കുന്നതിലെ കാലതാമസം, പദ്ധതികളിലെ കുതിച്ചുചാട്ടം എന്നിവ കാരണം ടാറ്റ കൺസൾട്ടൻസി സർവീസ് മാർച്ച് പാദത്തിൽ കമ്പനിയുടെ അറ്റാദായം 1.7% ഇടിഞ്ഞ് 12,224 കോടിയിലെത്തി. കമ്പനിയുടെ കമ്പൈൻഡ് ഇൻകം വാർഷികാടിസ്ഥാനത്തിൽ 5.3% വർദ്ധിച്ച് 64,479 കോടി രൂപയായി. അതേസമയം തുടർച്ചയായ വരുമാനം 0.8% മാത്രമാണ് വളർന്നത്. എബിറ്റ് 15,601 കോടി രൂപയായി കുറഞ്ഞു. മാർജിൻ 24.2%. കഴിഞ്ഞ പാദത്തേക്കാൾ 30 ബേസിക് പോയിന്റ് താഴെയാണിത്. റെസ്ട്രിക്റ്റഡ് ഫംഗ്ഷനാലിറ്റിയും ഉയർന്ന ഓപ്പറേറ്റിംഗ് ചെലവുകളും ലാഭത്തെ ബാധിച്ചതായാണ് കാണുന്നത്. അതേസമയം Q4 കമ്പനി $12.2 ബില്യൺ കരാർ വിജയങ്ങൾ നേടി മാർക്കറ്റ് പ്രതീക്ഷകളെക്കാൾ ഉയർന്നിരിക്കുന്നു. ഇനി ഡിവിഡന്റ് കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കമ്പനി 1 രൂപ വീതമുള്ള ഓരോ ഇക്വിറ്റി ഷെയറിനും 30 രൂപ ഫിനാൻഷ്യൽ ഡിവിഡന്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2024-25 സാമ്പത്തിക വർഷത്തേക്ക് TCS ഇതിനകം പ്രഖ്യാപിച്ച 3 ഇടക്കാല ലാഭവിഹിതങ്ങളും ഒരു പ്രത്യേക ലാഭവിഹിതവും ഉൾപ്പെടെ 96 രൂപ ഇതോടൊപ്പം ചേർത്തിരിക്കുന്നുണ്ട്. TCS ശമ്പള വർധനവും ആഗോള അനിശ്ചിതത്വവും. US താരിഫ് പ്രശ്നങ്ങൾക്കും ആഗോള മാക്രോ എക്കണോമിക് അനിശ്ചിതത്വങ്ങൾക്കുമിടയിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ IT സേവന കമ്പനിയായ ടാറ്റ കൺസൾട്ടൻസി സർവീസ് ജീവനക്കാരുടെ വാർഷിക ശമ്പള വർധനവ് ഏപ്രിൽ മുതൽ മാറ്റിവെക്കുകയാണ്. US-ഉം മറ്റു രാജ്യങ്ങളും തമ്മിലുള്ള ട്രേഡ് ടെൻഷൻ വർദ്ധിച്ചതും ക്ലയന്റ് ചെലവുകളിൽ ജാഗ്രത പുലർത്തുന്നതും കമ്പനിയുടെ വരുമാനത്തെ നേരിട്ട് ബാധിക്കുന്ന സാഹചര്യമാണുള്ളത്. ടെക് മേഖലയിലെ വ്യാപകമായ മാന്ദ്യവും ക്ലയന്റ് പദ്ധതികളുടെ കാലതാമസവും പ്രശ്നം ഗുരുതരമാക്കിയിട്ടുണ്ട്. TCSന്റെ ചീഫ് ഹ്യൂമൻ റിസോഴ്സ് ഓഫീസർ മാലിക് ലക്കാദ് നടത്തിയ പത്രസമ്മേളനത്തിൽ ഇപ്പോൾ വ്യക്തതയില്ലാത്ത സാഹചര്യത്തിൽ ശമ്പള വർധനവിനായി നിശ്ചിത സമയപരിധി നിശ്ചയിച്ചിട്ടില്ലെന്നും ഫിനാൻഷ്യൽ ഇയറിന്റെ അവസാനത്തോടെ സിറ്റുവേഷൻസ് മെച്ചപ്പെട്ടാൽ അത് നടപ്പിലാക്കാനാകുമെന്നും അദ്ദേഹം അറിയിച്ചു. കഴിഞ്ഞ 5 വർഷത്തിന് ശേഷം കോവിഡിന്റെ കാലത്ത് നേരിട്ട അനുഭവം ആവർത്തിക്കുന്നത് പോലെയാണ് ഈ ഒരു നീക്കം. എന്നാൽ ക്വാർട്ടർലി വേരിയബിൾ പേയ്മെന്റുകൾ ഇപ്പോഴും തുടരുമെന്ന് കമ്പനി അറിയിക്കുന്നുണ്ട്. ഫോർത്ത് ക്വാർട്ടറിൽ 70% ജീവനക്കാർക്കും വേരിയബിൾ പേയുടെ 100% വിതരണം നടക്കും. അതേസമയം കമ്പനിക്ക് അടുത്ത സാമ്പത്തിക വർഷത്തേക്ക് വലിയ റിക്രൂട്ട്മെന്റ് പദ്ധതികളുണ്ട്. ഏകദേശം 42,000 ക്യാമ്പസ് ഫ്രഷേഴ്സിനെ TCSൽ നിയമിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഈ നീക്കം ഭാവിയിലെ വളർച്ചാ പ്രതീക്ഷകളും കമ്പനിയുടെ ലോങ് ടേം റിവ്യൂസുമാണ് കാണിക്കുന്നത്. TCS സ്റ്റോക്കുകൾ പ്രൈസ് ഇടിയാനുള്ള ഒരു കാരണം
ഗ്ലോബൽ അൺസർട്ടനിറ്റിയും താരിഫ് ഭീഷണിയും തന്നെയാണ്. അമേരിക്കയുടെ പുതിയ റെസിപ്രോക്കൽ താരിഫ് സ്കീം ഇന്ത്യയുടെ IT സേവനങ്ങൾ ഉൾപ്പെടെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രോഡക്റ്റുകളെയും സർവീസുകളെയും ബാധിക്കുമെന്ന് സൂചന നൽകുന്നുണ്ട്. US നിന്ന് പകുതിയിലധികം വരുമാനം ഉണ്ടാകുന്ന TCS പോലെയുള്ള കമ്പനികൾക്ക് ഇത് ചെലവുകൾ വർദ്ധിപ്പിച്ചേക്കുമെന്നും സേവനങ്ങളുടെ ഡിമാൻഡിനെ ബാധിക്കുമെന്നും കരുതുന്നവരുണ്ട്. കൂടാതെ US, യൂറോപ്പ് എന്നിവിടങ്ങളിലെ ക്ലയന്റുകൾ ഇതിനോടകം തന്നെ IT ബജറ്റുകൾ വെട്ടിക്കുറച്ച് ചെലവുകളിൽ ജാഗ്രത പുലർത്തുകയാണ്. ഇത് പുതിയ ഡീലുകൾ വൈകിപ്പിക്കുകയും നിലവിലുള്ളവരുടെ വലിപ്പം കുറയുന്നതിലേക്കും നയിക്കും. IT വളർച്ചയുടെ സെർട്ടനിറ്റി കുറയുന്നതിന്റെയും വരുമാന മാർജിനുകളിൽ തിരിച്ചടി ഉണ്ടാകുമെന്ന കൺസേണിന്റെ പശ്ചാത്തലത്തിലുമാണ് TCS സ്റ്റോക്കുകൾ വലിയ സമ്മർദ്ദം നേരിടുന്നത്. ശക്തമായ അടിസ്ഥാന ഘടകങ്ങൾ ഉണ്ടായിട്ടും TCS ഉൾപ്പെടെയുള്ള ഇന്ത്യൻ IT കമ്പനികളുടെ വില ഡിസപ്പിയർഡായ ഈ ആഗോള സാഹചര്യങ്ങളുടെ മറവിലാണ് ഉള്ളത്. ടെക്നിക്കൽ അനാലിസിസ് നോക്കുകയാണെങ്കിൽ മൂവിംഗ് ആവറേജ് 50, 100, 200 മൂവിംഗ് ആവറേജുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു കൺക്ലൂഷനിലേക്ക് കടക്കാം. IT മേഖലയുടെ ആഗോള പ്രശ്നങ്ങൾക്കും ആഭ്യന്തര ബിസിനസ് അനിശ്ചിതത്വങ്ങൾക്കുമിടയിൽ TCS സൂക്ഷ്മമായ സമീപനം സ്വീകരിക്കുന്നു എന്നതാണ് കാണാൻ കഴിയുന്നത്. സ്ട്രോങ് ഫണ്ടമെന്റൽസ് ഉണ്ടെങ്കിലും മാക്രോ എക്കണോമിക് അൺസർട്ടനിറ്റി, US ട്രേഡ് ആശങ്കകൾ, വരുമാന വളർച്ചയിലെ മന്ദഗതി, ക്ലയന്റ് ചെലവുകൾ കൂടുന്നത് ആഗോള ഡിമാൻഡിലെ നിരാശാജനകമായ പ്രവണതയാണ്. കൂടാതെ ഇൻവെസ്റ്റേഴ്സിന്റെ മെന്റാലിറ്റിയെ ബാധിച്ച ശമ്പള വർധനവ് മാറ്റിവെച്ചത് ഉൾപ്പെടെയുള്ള തീരുമാനങ്ങൾ, ഇവയെല്ലാം ചേർന്നതാണ് TCSന്റെ സ്റ്റോക്ക് പ്രൈസ് കുറയാനുള്ള കാരണം. ഈ ഒരു വെല്ലുവിളികൾ താൽക്കാലികമാണെന്ന് വിശ്വസിച്ചിരുന്നാലും നിലനിൽക്കുന്ന അൺസർട്ടനിറ്റി മൂലം TCSന്റെ സ്റ്റോക്കുകൾ അടുത്തിടയ്ക്ക് സമ്മർദ്ദത്തിലാക്കാൻ വലിയ സാധ്യത കാണുന്നുണ്ട്. അപ്പൊ ഇത്രയുമാണ് TCSന്റെ Q4 റിസൾട്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടതിൽ സന്തോഷം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മളെ ചെറിയ ചെറിയ കമൻറ്റുകൾ എഴുതി നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ.